നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂരിലെ CPM നേതാക്കൾക്ക് നേരെ പൂര തെറിവിളിയാണ് നടക്കുന്നത്. നേതൃത്വം അടിമുടി മാറണം, തോൽവികളെ ചവിട്ടി പുറത്താക്കണമെന്ന് മുറവിളി ശക്തമാകുന്നു. CPMനെ കണ്ണൂരിൽ കൊണ്ട് കെട്ടുന്ന ഏർപ്പാട് ഇനി നടപ്പാകില്ല എന്ന ശബ്ദം ഉയർന്നതോടെ കൂട്ടയടിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. നയിക്കാൻ തെക്ക് നിന്ന് നേതാക്കൾ വരട്ടെ എന്ന ആവശ്യം ശക്തമാകുന്നു. പിണറായിയും ഗോവിന്ദനും KK രാഗേഷും ഒക്കെ ഇതോടെ അപകടം മണത്തിരിക്കുകയാണ്. കണ്ണൂരിലെ ഏത് ഡാഷ് നേതാക്കൾ നേതൃത്വത്തിൽ വന്നാലും CPM കൊണം പിടിക്കാൻ പോകുന്നില്ല എന്ന് അണികൾ പച്ചയ്ക്ക് പറയുന്നു. CPMലെ നീറിപ്പുകച്ചിലുകൾ എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിയിലേക്ക് എത്താം എന്നുള്ളതാണ് വിവരങ്ങൾ. നയിക്കാൻ തെക്ക് നിന്ന് നേതാക്കൾ വേണമെന്ന മുറവിളി തനിക്ക് മുന്നിലുള്ള അപകടമാണെന്ന് പിണറായി തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. KN ബാലഗോപാലിന്റെ പേരാണ് എല്ലാവരും ഉയർത്തി കാണിക്കുന്നത്. തനിക്ക് പകരക്കാരനായി ബാലഗോപാൽ മാറിയിരിക്കുന്നു എന്ന ചിന്ത പിണറായിയെ വെറുപിടിപ്പിക്കുന്നു. പണ്ടത്തെ ക്യാപ്റ്റൻ പ്രഭാവം പിണറായിക്ക് ഇപ്പോൾ ഇല്ല. പഴയ ശിങ്കിടികൾ ഇന്ന് സ്തുതി പാടാൻ ചെല്ലുന്നതുമില്ല. ബാലഗോപാൽ എന്ന പേര് പാർട്ടിയിൽ ശക്തമായി ഉയരുന്നത് പിണറായിക്കും ഗോവിന്ദനും അസ്വസ്ഥത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. തനിക്ക് പിന്നാലെ റിയാസിനെ അമരക്കാരനാക്കണം എന്നാണ് പിണറായി സ്വപ്നം കാണുന്നത്. എന്നാൽ അതിനു വെച്ച വെള്ളം വാങ്ങി വെച്ചോളാൻ ഒരു കൂട്ടർ തുറന്നടിക്കുന്നു. തെക്കും വടക്കും കൂടെ ഇപ്പോൾ നേതൃത്വത്തിന്റെ പേരിൽ കടിപിടിയും അടിയും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. മാറ്റം വേണം, പൊളിച്ചെഴുത്ത് വേണം, ശുദ്ധികലശം വേണമെന്ന് മുറവിളി ഉയരുമ്പോഴും കണ്ട ഭാവം നടിക്കാതെ പിണറായി ഗോവിന്ദൻ കൂട്ടം. തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തിരിച്ചടിയെ തുടർന്ന് CPMൽ തിരുത്തൽ നടപടികൾക്ക് കളമൊരുങ്ങുമ്പോഴും പാർട്ടി സംസ്ഥാന നേതൃത്വത്തിൽ പെട്ടെന്നൊരു മാറ്റത്തിന് സാധ്യത മങ്ങുകയാണ്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ മാറ്റണമെന്ന വികാരം താഴെത്തട്ടിലെ അണികളിലും ചില മുതിർന്ന നേതാക്കൾക്കിടയിലും ശക്തമാണ്. എന്നാൽ ഈ വിഷയത്തിൽ നിർണായക തീരുമാനമെടുക്കേണ്ട വിശാല സംസ്ഥാന സമിതിയിൽ പിണറായി വിജയനുള്ള അടങ്ങാത്ത സ്വാധീനം MV ഗോവിന്ദന് വലിയ പ്രതിരോധമായി മാറുകയാണ്. പാർട്ടിക്ക് സംഭവിച്ച വീഴ്ചകൾ ഗൗരവമായി ചർച്ച ചെയ്ത് തിരുത്തി മുന്നോട്ട് പോകാനാണ് കേന്ദ്ര കമ്മിറ്റി തീരുമാനമെന്ന് ജനറൽ സെക്രട്ടറി MA ബേബി ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിട്ടുണ്ട്. പാർട്ടിയിൽ താഴെ തട്ടു മുതൽ അഴിച്ചുപണി വേണമെന്ന വികാരം ശക്തമാണെങ്കിലും തീരുമാനങ്ങൾ പാർട്ടിയുടെ ഔദ്യോഗിക ചട്ടക്കൂടിനുള്ളിൽ മാത്രം ഒതുങ്ങാനാണ് സാധ്യത. പാർട്ടി നേരിട്ട ചരിത്രപരമായ പരാജയത്തിന് പിന്നാലെ കേവലം ചർച്ചകൾ മാത്രം പോരെന്നും ഉത്തരവാദികളായ നേതാക്കൾക്കെതിരെ കടുത്ത നടപടികൾ തന്നെ വേണമെന്നുമാണ് സാധാരണക്കാരായ സഖാക്കളുടെ കടുത്ത നിലപാട്. MV ഗോവിന്ദന്റെ സംഘടനാപരമായ നയവൈകല്യങ്ങളും വാർത്താ സമ്മേളനങ്ങളിലെ വിവാദ പ്രസ്താവനകളും പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചുവെന്ന് അണികൾ പരസ്യമായി കുറ്റപ്പെടുത്തുന്നു. എന്നാൽ MV ഗോവിന്ദനെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യം വരും യോഗങ്ങളിൽ ഉയർന്നു വന്നാൽ പോലും അത് പാസ്സാക്കിയെടുക്കാൻ സാധിക്കാത്ത അവസ്ഥയാണുള്ളത്. നിലവിലെ സംസ്ഥാന സമിതിയിൽ ഭൂരിപക്ഷം അംഗങ്ങളും പിണറായി വിജയന്റെ കടുത്ത അനുയായികളാണ്. പിണറായി വിജയൻ തടസ്സം നിൽക്കുന്നിടത്തോളം ഗോവിന്ദനെ ആ സ്ഥാനത്ത് നിന്നും നീക്കുക അസാധ്യമാണ്. സമാനമായ അവസ്ഥ തന്നെയാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലും നിലനിൽക്കുന്നത്. കണ്ണൂരിൽ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് KK രാഗേഷിനെ മാറ്റാൻ ഇടയില്ല എന്ന സൂചനയാണ് പുറത്തുവരുന്നത്. പാർട്ടിയിലെ ഉന്നത നേതൃത്വത്തിന്റെ സംരക്ഷണം ഉള്ളിടത്തോളം കാലം ഇത്തരം മാറ്റങ്ങൾ തടസ്സപ്പെടും. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണം ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്നതിൽ പാർട്ടിക്ക് സംഭവിച്ച വലിയ പോരായ്മയാണെന്ന് MA ബേബി ചൂണ്ടിക്കാട്ടി. പാർട്ടി പ്രവർത്തിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുന്നതിൽ വലിയ വീഴ്ച പറ്റി. ഇതിൽ ജനറൽ സെക്രട്ടറി മുതൽ ബ്രാഞ്ച് മെമ്പർ വരെ സ്വയം വിമർശനം നടത്തേണ്ടതുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിലും കടുത്ത ജാഗ്രത കുറവുണ്ടായതായി MA ബേബി തുറന്ന് സമ്മതിച്ചു. പ്രത്യേകിച്ച് പയ്യന്നൂരിലും തളിപ്പറമ്പിലും ഉൾപ്പെടെയുള്ള ഉയർന്നു വന്ന വിമർശനങ്ങൾ പാർട്ടി തലത്തിൽ വിശദമായി പരിശോധിക്കുമെന്നും തെറ്റുകുറ്റങ്ങൾ തിരുത്തി മാത്രമേ മുന്നോട്ട് പോകാനാകൂവെന്നും MA ബേബി വ്യക്തമാക്കി. തിരുത്തൽ നടപടികളുടെ ഭാഗമായി സ്വയം വിമർശനത്തിന് തയ്യാറാകണമെന്ന് കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിക്കുമ്പോഴും താഴെ തട്ടിൽ മാറ്റം ആഗ്രഹിക്കുന്ന അണികളുടെ അമർഷം ഇരമ്പുകയാണ്. സംസ്ഥാന സമിതിയിലെ ഭൂരിപക്ഷം ബലത്തിൽ നേതാക്കൾ സ്ഥാനം നിലനിർത്തിയാൽ അത് വരും ദിവസങ്ങളിൽ പാർട്ടിയിൽ വലിയ തോതിലുള്ള അസംതൃപ്തിക്കും നിസ്സഹകരണത്തിനും വഴി തുറക്കും. മറുവശത്ത് പ്രതിപക്ഷ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ കോൺഗ്രസിനെതിരെ MA ബേബി കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചു. VD സതീശൻ മംഗളൂരുവിൽ വെച്ച് അദാനി പ്രതിനിധികളുമായി നടത്തിയത് ദുരൂഹമായ കൂടിക്കാഴ്ചയാണെന്നും ഇതിന്റെ യാഥാർത്ഥ്യം ജനങ്ങളോട് വിശദീകരിക്കാൻ സതീശൻ തയ്യാറാകണമെന്നും MA ബേബി പറഞ്ഞു. മതേതര ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിക്കണമെന്ന് ഓർമ്മിപ്പിച്ച ബേബി കേന്ദ്ര സർക്കാരിന്റെ പൗരത്വ നയങ്ങൾക്കെതിരെയും കടുത്ത വിമർശനമുയർത്തി. എന്നാൽ ആഭ്യന്തര തർക്കങ്ങളും അണികളുടെ അമർഷവും പുകയുന്ന CPMന് വരും ദിവസങ്ങളിൽ വിശാല സംസ്ഥാന സമിതി യോഗം വലിയ അഗ്നി പരീക്ഷയായിരിക്കും. ഇപ്പോഴും ഒരു പിടി അത് പിണറായി വിജയന്റെ കയ്യിൽ
കയ്യിൽ തന്നെയാണ്. പിണറായി വിജയൻ പറയുന്ന ആൾക്കാരാണ് ഇപ്പോഴും തലപ്പത്തൊക്കെ ഇങ്ങനെ കയറിയിരിക്കുന്നത്. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനാണ് ഈ വലിയ തോൽവിയിലേക്ക് പാർട്ടിയെ കൊണ്ട് എത്തിച്ചതെന്നും അയാളെ ചവിട്ടി പുറത്താക്കണമെന്നും അണികൾ പറഞ്ഞിട്ട് പോലും പിണറായി വിജയൻ ഇങ്ങനെ പിടിച്ചു വെച്ച് സംരക്ഷിക്കുകയാണ്. പിണറായി വിജയനും MV ഗോവിന്ദനും മാറി നിന്നാൽ തന്നെ ഈ പാർട്ടിക്ക് ഒരു പുതുജീവൻ വെക്കും എന്നാണ് അണികൾ പറയുന്നത്. പക്ഷേ താഴെ തട്ടിലുള്ള അണികളുടെ വികാരം മാനിക്കാനോ അത് പരിഗണിക്കാനോ പോലും നേതൃത്വം തയ്യാറാകുന്നില്ല. ഇപ്പോൾ പാർട്ടിയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന വലിയ അടി കണ്ണൂരിൽ നിന്നുള്ള നേതാക്കൾ നേതൃസ്ഥാനത്ത് എത്തേണ്ട എന്നുള്ളതാണ്. തെക്കൻ ജില്ലകളിൽ നിന്നുള്ള നേതാക്കൾക്ക് പരിഗണന കൊടുക്കണമെന്നും തെക്കോട്ടുള്ളവരെ ചവിട്ടി മെതിക്കുന്ന CPMന്റെ നിലപാട് അങ്ങ് പാടെ മാറ്റിവെക്കണമെന്നും പാർട്ടിയെ അങ്ങ് കണ്ണൂരിൽ കൊണ്ട് കെട്ടാമെന്നുള്ള മോഹം ഇനി നടക്കാൻ പോകുന്നില്ല എന്നും നേതാക്കൾ തന്നെ പറയുമ്പോൾ, അതായത് തെക്ക് നിന്നുള്ള നേതാക്കൾ തന്നെ വടക്കുള്ള നേതാക്കൾക്ക് മറുപടി കൊടുക്കുമ്പോൾ കൂട്ടയടിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. എന്തായാലും KN ബാലഗോപാലിന് വേണ്ടി ശക്തമായി വാദിച്ചുകൊണ്ട് ഒരു കൂട്ടം ഇപ്പോൾ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം തോൽവിയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.